അങ്ങനെ ഞാനൊന്ന് നടക്കാനിറങ്ങി. എൻ്റെ വീടിൻ്റെ അടുത്ത ഒരു പറമ്പാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരരുവിയുണ്ട്. അവിടുന്ന് സൈഡിലായിട്ട് ഒരു നടപ്പാത, അപ്പുറത്ത് കപ്പ, നല്ല വിളഞ്ഞ് പറിക്കാറായി കിടക്കുന്ന കപ്പക്കിഴങ്ങ്. ചില സ്ഥലത്ത് ഇതിന് കൊള്ളിയെന്ന് പറയും, പിന്നെന്താ ഏതാണ്ട് ഒത്തിരി പേരൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. ഞങ്ങളിവിടെ കപ്പ എന്ന് പറയുന്നത്. കണ്ടിട്ട് കൊതിയാവുന്നു, പക്ഷെ ആരാൻ്റെ അല്ലേ, പറിക്കാൻ പറ്റുമോ? കണ്ട് വെള്ളം ഇറങ്ങി ഇങ്ങനെ പോരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു മീൻ, ആ അരുവിയിൽ കൂടെ, ആ ചാലിൽ കൂടെ കുഞ്ഞു കുഞ്ഞു മീനിങ്ങനെ ഓടി ഓടി പോകുന്ന കണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി കണ്ട് ഇങ്ങനെ പോരുന്നു. കുറേ നല്ല ചെടികളും പൂക്കളും ഓരോ കായകളും ഒക്കെ ഇങ്ങനെ കിടക്കുന്നു. അവിടെ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് വന്നപ്പോഴത്തേക്കും നല്ലൊരു വാഴത്തോട്ടം. ഇപ്പം കാണിക്കാം. എന്തോരു ഭംഗി, എത്ര നല്ല മനോഹരമായി ചെത്തി ഒരുക്കി ഭംഗിയാക്കി നിർത്തിയിരിക്കുന്ന ഒരു വാഴത്തോട്ടം. നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് കൊതിയാകും, അത്ര നല്ലൊരു ഭംഗിയാർന്ന ഒരു വാഴത്തോട്ടം. ഇപ്പം കാണിക്കാവേ. കണ്ട കപ്പ കിടക്കുന്ന കണ്ട വിളഞ്ഞ് പറിക്കാറായി കിടക്കുക. എന്താണോ അവർ പറിക്കാത്ത അറിയില്ല. ഇങ്ങനെ നടന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. കുറേ നാൾ നാട്ടിലില്ലാഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ മനോഹരമായ കാഴ്ചകൾ ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. കണ്ട എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നതൊക്കെ. കുഞ്ഞു പൊടിമീനോട് പൊടി മീൻ വെള്ളത്തിൽ കൂടി എത്തുന്ന കാണാൻ തന്നെ ഒരു രസമുണ്ട്. അവിടോട്ട് ഇറങ്ങണമെങ്കിൽ കുറച്ച് പൊക്കത്താണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇറങ്ങാൻ പാടല്ലേ. ഞാൻ ഇറങ്ങി രണ്ടൊന്ന് കുഞ്ഞുമീനെയൊക്കെ പിടിച്ച് കുപ്പിക്കകത്തിട്ടിരുന്നേന്. അപ്പം ഇങ്ങനെ രസമുണ്ട് കാണാൻ. മീനിങ്ങനെ ഓടുന്ന വെള്ളത്തിൽ കൂടെ, കുറച്ച് വെള്ളമുള്ളതിൽ കൂടെ മീനിങ്ങനെ ഓടുന്ന കാണാൻ എന്തോ ഒരു ഭംഗി. കണ്ടോ മരങ്ങൾ എത്ര മനോഹരമായി പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത്. കണ്ട ഇതിനിട വഴി ആകാശം കാണാൻ നല്ല ഭംഗിയില്ലേ. ഓ, കാക്കയൊക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ മണ്ടയ്ക്ക്. ഇങ്ങനെ ആസ്വദിച്ച്, അതിനകത്ത് പൂക്കളുണ്ട്, പക്ഷെ ഇങ്ങനെ നോക്കിയിട്ട് കാണത്തില്ല. മരത്തിൽ ഇലയില്ലാതെ ഇങ്ങനെ പൂക്കൾ നിൽപ്പുണ്ട്. മരത്തിൻ്റെ പേരെന്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ കണ്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ വാഴത്തോട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് ഈ വാഴത്തോട്ടം കാണാൻ. എല്ലാം തെളിച്ച് നല്ല വൃത്തിയാക്കി കിളച്ച് ഒക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ട് ഭംഗിയുണ്ട് കാണാൻ. കണ്ട ഭംഗിയില്ലേ. എത്ര മനോഹരമായിട്ട് നിൽക്കുന്ന സുന്ദരി വാഴകൾ. മനോഹരം, അതിമനോഹരം. കണ്ട എനിക്ക് കൊതിയാവുന്നുണ്ട് അതിനകത്തോടൊക്കെ ഒന്ന് ഓടി നടക്കാൻ. വലിയൊരു എൻ്റെ കാലുമുട്ട് തല്ലി അടിച്ചെങ്കിൽ ആരുടെയോ എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ ഭംഗിയില്ലേ. ഇത്ര വൃത്തിയായിട്ട് ആ തോട്ടം തെളിച്ച് നിർത്തിയേക്കുന്നു. അതിൻ്റെ കപ്പ, അതിൻ്റെ അടുത്ത് വാഴ, അതും കഴിഞ്ഞിട്ട് പയറ്, പാവൽ, പടവലം എല്ലാം കൂടെ ഒരൊറ്റ പന്തലേക്ക് കയറി കിടക്കുന്നു. കണ്ടോ, പച്ച നെറ്റ് കൊണ്ട് മറച്ച് അതിനകത്ത് പയറുണ്ട്, പാവയ്ക്കുണ്ട്, പിന്നെ പടവലുണ്ട്. അങ്ങനെ കുറേ പച്ചക്കറികൾ. മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞാനിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. എത്ര ഭംഗിയാണെന്നറിയേ, എന്തൊരു ഭംഗി. പക്ഷേ വാഴയൊന്നും കൊലയില്ല. കൊലയുണ്ടായിരുന്നെങ്കിൽ, വാഴ കൊലച്ച വാഴയായിരുന്നേ നമുക്കൊരു പാട്ട് പാടാം. പച്ചക്കദളിക്കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിലെങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരക്തക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള
മാലകൾ കൊണ്ട് വിധാനിച്ചതിക്കുന്ന മാലോകരക്കെയും ധ്യാനിച്ച്. പക്ഷേ ഇല്ല, പാടാന്നേ ഉള്ളൂ, അതിനകത്ത് കലകളൊന്നും ഇല്ല, കളിക്കാറായില്ല. കണ്ടോ, ഇപ്പം പൂക്കൾ കാണാം, അത് ഭംഗിയില്ലേ പൂക്കൾ കാണാൻ. അതിനിടയ്ക്ക് കാക്ക, അടിപൊളി പൂക്കൾ. ഞാൻ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കിന് സൂര്യന് എതിരായിരുന്നു, അതുകൊണ്ട് നമുക്ക് തെളിച്ച് കാണാൻ. ഇപ്പം ഞാൻ തിരിച്ച് നടന്നപ്പോൾ സൂര്യന് ഓപ്പോസിറ്റാണ്, അപ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ട ഇതാണ് ഞങ്ങളുടെ നാട്. എനിക്ക് കണ്ട് സന്തോഷം തോന്നിയപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഞാൻ പിടിച്ചു ഇവിടെ കൊണ്ടുവന്നിട്ടു. നിങ്ങൾ കാണുക, കണ്ട പൂക്കളൊക്കെ വീണിങ്ങനെ. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഞാൻ ഈ ഫോണിൽ കൂടി ഇങ്ങനെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മോശം പോലെ തോന്നും. നല്ല തെളിഞ്ഞ വെള്ളമാണ്, അതിനകത്ത് കുഞ്ഞു പൊടി മീനുകളുണ്ട്. അതിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. സൂര്യനായി തഴുകിയുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്ന് കരയുമ്പോൾ അപ്പോൾ എത്ര മനോഹരമായി ഇലയില്ലാതെ മരത്തിൽ പൂ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. കണ്ട, ഇലകളെല്ലാം പൊഴിഞ്ഞു പോയി, പക്ഷേ പൂക്കളുണ്ട്. ഈ മരത്തിൻ്റെ പേരെന്താന്ന് അറിഞ്ഞൂടാ. കപ്പ. പിന്നെ ഈ വയൽ വരുമ്പത്തൊക്കെ നിൽക്കുന്ന ചേമ്പുണ്ടല്ലോ, വിളിഞ്ചേമ്പ്. ഇവിടെ അങ്ങനെ പറയുന്നത് വിളിയഞ്ചേമ്പത്തണ്ട് എന്താണോ ഇങ്ങനെ പറയുന്ന സാധനം. അതാണ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാൻ കുറച്ച് ദൂരമുണ്ട്. കണ്ട, ഭംഗിയുണ്ടല്ലേ, മനോഹരമല്ലേ, ഭൂമി എത്ര സുന്ദരം അല്ലേ. ഭൂമി എങ്ങനെയുണ്ടായി, ഭൂമിക്ക് എത്ര വയസ്സായി, ഒരു പാട്ടുണ്ടല്ലോ, എനിക്കറിയത്തില്ല മുഴുവനൊന്നും, ഇങ്ങനെ കേട്ടിട്ടുണ്ട് ശകലമൊക്കെ. ഭൂമി എന്നുണ്ടായി, ഭൂമി എങ്ങനെയുണ്ടായി, ഭൂമിക്ക് എത്ര വയസ്സായി. പറയാമോ ഭൂമിക്ക് എത്ര വയസ്സായെന്ന്? ആർക്കറിയാം? എനിക്കറിയാം. ചേട്ടനറിയാമോ? അപ്പോഴിതാ അവിടെ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് പറയുന്നു. ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. മോശമാണെങ്കിൽ മോശം, നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ ബൈ. മിഴിയോരം നനഞ്ഞൊഴുകും മൂക്കിൽ മാലകളോ നീഴലോ മഞ്ഞ